ഇന്ന് നമ്മളെ പുതുതായി വാങ്ങിയ കാസ്റ്റ് അയൺ എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ സീസണിങ് ചെയ്തെടുത്താൽ ഒരു തുള്ളി എണ്ണയില്ലാതെ നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു ദോശത്തവ വാങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം ആവുന്നു കേട്ടോ. ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് സീസണിങ് ചെയ്തെടുത്തത്. ഇതുവരെ ഇതിൽ തുരുമ്പേ വന്നിട്ടില്ല. ചെന്നൈയിലൊക്കെ ഉള്ളവർക്കറിയാം, ഇവിടുത്തെ വെള്ളം ഒന്ന് തൊട്ടാൽ മതി നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ പോലും തുരുമ്പ് പിടിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്തിട്ട് എൻ്റെ ഇരുമ്പ് പാത്രങ്ങളൊന്നും ഇതുവരേക്കും തുരുമ്പ് പിടിച്ചിട്ടില്ല. വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഞാൻ ദോശ ചുടുന്ന സമയത്ത് ആദ്യത്തെ ദോശ ചുടുന്നതിന് മുമ്പ് മാത്രമാണ് കേട്ടോ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് എണ്ണയില്ലാതെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ സീസണിങ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇൻഡെക്സ് വാലിയുടെ കടായിയാണ് കേട്ടോ. ഇത് ഓൾറെഡി പ്രീ സീസണിങ് ആണ്. എന്നാലും ഞാൻ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ വാങ്ങുമ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ സീസണിങ് ചെയ്ത് വെക്കുന്നത്. എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിലും വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ വാങ്ങി വെച്ചാൽ വർഷങ്ങളോളം നമ്മുടെ മക്കൾക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും. മാത്രമല്ല നല്ല ഹെൽത്തിയാണ് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും. സാധാരണ നമ്മൾ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ സീസണിങ് ചെയ്യാനായിട്ട് 1-2 ദിവസങ്ങളൊക്കെ എടുക്കാറുണ്ട്, കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി വെച്ച്. ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ പാത്രം സീസണിങ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് വെച്ച് നല്ലപോലെ കഴുകിയെടുക്കാനായിട്ടോ ചെയ്യുന്നത്. സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് തന്നെയാണ് കഴുകിയെടുക്കുന്നത്. ഇതിൽ നല്ല പൊടിയും അതുപോലെ തന്നെ ചെറിയ ഈ കാസ്റ്റ് അയണിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യമേ നല്ലപോലെ നമ്മുടെ ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് 2 സൈഡും അകവും പുറവും കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. അകത്തും പുറത്തുമുള്ള വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നത്. ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കി കാസ്റ്റ് അയൺ പാത്രം സ്റ്റൗവിന് മുകളിൽ വെച്ച് നല്ലപോലെ ചൂടാക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ഒരിക്കലും കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ കുക്ക് ചെയ്യാൻ വെച്ചാൽ പോലും ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി പാത്രം ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സീസണിങ്ങിനായിട്ട് പൊതുവെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായിരിക്കുന്ന കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടിഷ്യൂ ഉണ്ടല്ലോ, ഇനി കിച്ചൺ ടിഷ്യൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും തുണി എടുത്താലും മതി. നല്ലപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു ഉപ്പും നല്ലെണ്ണയും കൂടെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പാത്രം നല്ലപോലെ ചൂടായി കിടക്കുകയാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത്. തുണി എടുക്കുന്ന സമയത്ത് കോട്ടൻ്റെ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. അല്ലാണ്ട് പോളിസ്റ്ററോ അല്ലെങ്കിൽ ജോർജറ്റ് പോയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുകി പോകും. ഏറ്റവും നല്ലത് ഇതുപോലുള്ളൊരു കിച്ചൺ ടിഷ്യൂ അല്ലെങ്കിൽ കിച്ചൺ ടവലോ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ അകത്ത് നല്ലപോലെ ആ ഉപ്പും നല്ലെണ്ണയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം നമുക്ക് തിരിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലും കുറച്ച് നല്ലെണ്ണയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും നല്ലെണ്ണയും ഇതുപോലെ ഉരച്ച് കഴുകുമ്പം ഇതിനകത്തുള്ള കാസ്റ്റ് അയണിൻ്റെ പൊടികളും അല്ലെങ്കിൽ അഴുക്കുകളും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇതുപോലെ ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഇട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് ഉരച്ചെടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും നല്ലപോലെ നമ്മൾ ഉപ്പും നല്ലെണ്ണയും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രം ആറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുന്നത്. എപ്പോഴും നമ്മൾ കാസ്റ്റ് അയൺ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പം തണുത്തതിന് ശേഷം മാത്രമേ കഴുകിയെടുക്കാവൂ കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും കിച്ചൺ സിങ്കിലേക്ക് ഇട്ടിട്ട് കഴുകിയെടുക്കരുത്. അപ്പോൾ നല്ലതുപോലെ പാത്രം തണുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ അകവും പുറമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുമ്പം തന്നെ പാത്രത്തിലുള്ള തുരുമ്പിൻ്റെ അംശവും പൊടിയും ഒക്കെ നല്ലപോലെ മാറി നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി 1-2 പ്രോസസ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു കാസ്റ്റ് അയൺ പാത്രം എത്ര വർഷം കഴിഞ്ഞാലും തുരുമ്പേ വരത്തില്ല. കഴുകിയെടുത്ത പാത്രം കിച്ചൺ ടവൽ ഉപയോഗിച്ച് നല്ലപോലെ അകവും പുറവും ഒക്കെ തുടച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. നല്ലപോലെ ചൂടായി നമ്മുടെ പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് പുക വരുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്കത് വീഡിയോയിൽ കാണാമെന്ന് എനിക്കറിയില്ല. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കിച്ചൺ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആ ചൂടായി കിടക്കുന്ന എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഈ സമയത്തും നമ്മുടെ ഗ്യാസ് ഓണാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ഒരു വൈറ്റ് തുണിയോ അല്ലെങ്കിൽ വൈറ്റ് കിച്ചൺ ടവലോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കാസ്റ്റ് അയൺ പാത്രം എത്രത്തോളം ക്ലീൻ ആയെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും.
ഇങ്ങനെ എണ്ണ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കിച്ചൺ ടവലിലേക്ക് നോക്കുമ്പോൾ ഒട്ടും തന്നെ അഴുക്കില്ലെങ്കിൽ നമ്മുടെ കാസ്റ്റ് അയൺ പാത്രം നല്ലപോലെ വൃത്തിയായി എന്നാണ് കേട്ടോ അർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ 2 or 3 പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കാസ്റ്റ് അയൺ പാത്രം ഓൾറെഡി പ്രീ സീസൺ ആയതുകൊണ്ട് തന്നെ ഒറ്റ പ്രോസസ്സിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നിങ്ങൾ സീസണിങ് ചെയ്യാനായിട്ട് എടുക്കുന്ന കടായി നോർമലായിട്ടുള്ള ഇരുമ്പിൻ്റെ പാത്രമാണെങ്കിൽ 2 or 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മുടെ സീസണിങ്ങിൻ്റെ അവസാനത്തെ ഭാഗമാണ് കേട്ടോ. ചൂടായി കിടക്കുന്ന കടായിലേക്ക് കുറച്ചും കൂടെ എണ്ണയൊഴിച്ച് സവാള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആ സവാള വരത്തക്ക രീതിയിലാണ് കേട്ടോ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വഴറ്റിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. നല്ലപോലെ നമ്മുടെ സവാള കരിഞ്ഞ് മുരിഞ്ഞ് വരണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് സവാള മാറ്റാം. ഇപ്പോൾ നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ സീസണിങ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാത്രം നല്ലപോലെ സീസണിങ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ കടായി നല്ല നോൺ സ്റ്റിക്ക് പോലെ സീസണിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലൊരു മുട്ട ബുൾസൈ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചൂടായി കിടക്കുവാണ് നമ്മുടെ കടായി. ഇതിലേക്ക് ഞാനൊരു മുട്ട ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ച സ്റ്റെപ്പുകളുണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ടൈം സീസണിങ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഒരിക്കലും തുരുമ്പ് വരത്തില്ല കേട്ടോ. നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നമുക്കറിയാം കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ഈ ഒരു ബുൾസൈ തിരിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ഒറ്റ തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതാണ് ഈ ഒരു ബുൾസൈ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്യാവൂ. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ പാത്രം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കഴുകി വെക്കാവൂ. കഴുകി വെച്ചാലും വെള്ളത്തിന് നനവ് പാടില്ല കേട്ടോ. ഒന്നുകിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ചതിന് ശേഷം മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എപ്പോഴും കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് പോർന്ന് വെക്കും കേട്ടോ. ഒരിക്കലും ആ ഒരു പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ ഒരുപാട് കാലം അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒട്ടും തന്നെ തുരുമ്പോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ട്. ഇന്നത്തെ കാസ്റ്റ് അയൺ സീസണിങ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.